റൈറ്റ് റൈറ്റ് അറിയാലേ. സ്ട്രൈറ്റ്. തറവാട്ടിലേക്കൊന്നും വരാറില്ലല്ലേ? ലെഫ്റ്റ്. സ്റ്റോപ്പ്. എന്നെ ചവിട്ടണം, മറിക്കണം. മൊത്തത്തിൽ ഒരു പാച്ച് വർക്ക് ഉണ്ട്. സാമിയേ, ഓ അവന്മാരിങ്ങോട്ട് ഇറക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താടോ തന്റെ പേര്? ഇന്ദ്രൻ. അതുകൊണ്ടായിരിക്കും കർണാഭരണവും മെതിയടിയൊക്കെ അണിഞ്ഞു നിൽക്കുന്നത്. ഇത് ദേവലോകല്ല, പോലീസ് സ്റ്റേഷനാ. മനസ്സിലായോ? മനസ്സിലായി സാർ. എന്ത് മനസ്സിലായി? ദേവലോകമല്ലെന്ന് മനസ്സിലായി. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ? ഉവ്വ സാർ. ഊവണം അല്ലെങ്കിലോ? ആ എന്താടോ ഇന്ന് 1-ാം തീയതിയാ? കയ്യും കാല് കിടന്ന് പറയണ്ടല്ലോ. മുമ്പൊക്കെ ചാടിണ്ടല്ലോ. അപ്പൊ കോലി കളിക്കൊന്നും പോവാറില്ലേ? ലാത്ത് ചാർജിനൊന്നും പോവാറില്ലെന്ന് ചോദിച്ചതാ. വേഗം ബ്രഷ് എടുത്ത് അടിയടാ. നിനക്ക് പോക്കറ്റ് അടിക്ക് എത്ര സമയം വേണ്ടല്ലോ. എന്താടാ രാവിലെ തന്നെ ഒരു പഞ്ചായത്ത് കിണർ തൂക്കിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക്, കോഴിക്കച്ചവടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയാ? അയ്യോ, അങ്ങനെ ഒരു അഴിച്ചുപണി വേണോ സാമിയേട്ടാ? വേണ്ടേ? വേണം. അല്ല, സാമിയേട്ടന് സുഖം തന്നെയാണോ? ഉള്ളത് പറയാലോ. ഈ സ്വാമിയേട്ടൻ ജീവിതത്തിൽ 2 തവണ തോറ്റിട്ടുള്ളൂ. ഒന്ന് 8-ാം ക്ലാസ്സിലും, പിന്നെ ദാ ഇപ്പോ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. ശരണമയ്യപ്പ. അതെന്റെ ഡയലോഗാണല്ലോ. പൊതുസ്ഥലത്തിരുന്ന് പുക വലിച്ചാ പോലീസ് പിടിക്കും. അപ്പൊ പോലീസ് സ്റ്റേഷനിലിരുന്ന് പുക വലിച്ചാ പോലീസ് പിടിക്കൂല. അതുകൊണ്ടല്ലേ ആ ചേട്ടനത് പുകയ്ക്കണത്? അതുകൊണ്ടല്ല, ഇവനെ സിനിമാ തിയേറ്ററിന്റെ അകത്തിരുന്ന് പോച്ച പാർട്ടിയാ. വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പോക്കാനാണ് SIMന്റെ ഓർഡർ. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് 4500 വീട് കഴിഞ്ഞ്. സാറേ, എന്തോ ഊണ് കഴിച്ചിട്ട് വലിച്ചാ പോരെ? നീ ഊണ് കഴിക്കുമ്പോ വലിക്കാൻ നിന്റെ അപ്പം വരുവാടാ. വീട് തീർന്നു സാറേ. അതിന് ബണ്ടില് വേറെ വരുവാടാ. നീ വലിച്ചോടാ കുഞ്ഞിരാമ. അകത്ത് ഐറ്റംസ് വേറെ ഉണ്ട്. നീ ഇവിടെ നിന്ന്. എന്താടാ വണ്ടി വയറ്റിലെത്തിയില്ലേ? ഇവനെ ലേഡീസ് സീറ്റിലിരുന്ന് ആണത്തം കാണിച്ചവനാ. അനുഭവിക്കടാ. ചുരുക്കി പറഞ്ഞ ഈ നാട് നന്നാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. നന്നാവണ ലക്ഷണമല്ല, നന്നായി. ഇല്ലേ, നന്നാക്കും. നന്നാക്കണ്ടേ? പിന്നെ അത് പോട്ടെ. നീ എന്താ ഇവിടെ? ഞാൻ ആ ഇൻസ്പെക്ടർ ബൽറാമിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. മമ്മൂട്ടിയെ? ഏയ്, നമ്മുടെ പുതിയ SI. അത് കൊള്ളാം, പരിചയപ്പെടാൻ പറ്റിയ സമയം. അതെന്താ ചേട്ടാ, ആള് സ്ഥലത്തില്ലേ? ആള് സ്ഥലത്തുണ്ട്, പക്ഷെ ലോക്കപ്പിലാ. മദ്രസ വച്ച് കൈസേവ നടത്തിക്കൊണ്ടിരിക്കുക. അകത്തുള്ള പഞ്ചാരടിയന്മാർക്ക് ഒരു 5 കിലോ പഞ്ചാര വാങ്ങി കൊടുത്തേക്ക്. കുത്തിയിരുന്ന് തിന്നട്ടെ. നമസ്കാരം, ഞാൻ മണ്ഡലം പ്രസിഡന്റ് ഉഗ്രൻ. താൻ ഉഗ്രനാണോ അല്ലെന്നുള്ളത് മണ്ഡലംകാര് തീരുമാനിക്കും. വന്ന കാര്യം പറ. ഈ നിൽക്കുന്ന കക്ഷി ഇരിക്കുന്ന കക്ഷി എനിക്ക് വേണ്ടപ്പെട്ട ആളാ. എന്റെ സ്വന്തം റിസ്കിൽ ഇറക്കി വിടണം. സാറിന്റെ സ്വന്തം റിസ്കിലാണെങ്കിൽ പിന്നെ ഈ സാറിന് എന്താ റിസ്ക് ഉള്ളത്? ഇരിക്കുന്ന ചേട്ടാ, എഴുന്നേറ്റ് പോയിക്കോളൂ. താങ്ക് യു. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? സാമേ, ആ പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ പത്മാസനത്തിനും പൂർണ്ണാസനത്തിനും മധ്യ ഇരുന്നോളൂ. പക്ഷെ ഇരിക്കുമ്പോ അവന്റെ ആസനത്തിലേക്കായിരിക്കണം ശ്രദ്ധ. അല്ലെങ്കിൽ മണ്ഡലം കീറും, പരിസരം നാറും. ഞാൻ മണ്ഡലം പ്രസിഡന്റാ. നീ മണ്ഡലാണെങ്കിൽ ഞാൻ മകരവിളക്കായിരിക്കും. ശരണമയ്യപ്പ, മണ്ഡലം കീറി. ഹലോ, എന്താ ഇവിടെ? അവന്മാര് പിന്നെയും വന്നു അങ്ങാടിയിലെ സർക്കസിന്. ഏയ്, അവന്മാരല്ല, ഇനി അവന്മാരുടെ അപ്പാപ്പന്മാര് വരില്ല സർക്കസിന്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ മുത്തശ്ശി പറഞ്ഞു വിട്ടതാ എന്നെ. പൊതുവെ സാറന്മാർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ചിക്ലിയാണെന്നറിയാം. പക്ഷെ അതിന് ഗൗരിയെ കിട്ടില്ല. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, പണമായിട്ട് വേണ്ട, പലഹാരമായിട്ട് കൊണ്ടു കൊടുത്താൽ മതിന്ന്. മാത്രമല്ല, സാറിന്റെ കാഞ്ഞിരക്കുറ്റി പോലുള്ള തടി കണ്ടാലറിയാം ആളൊരു തീറ്റപ്രാന്തരാണെന്ന്. അല്ലേ സമേട്ടാ? അപ്പൊ ഈ ചിക്കൻ കൊണ്ടുള്ള അല്ലറ ചില്ലറ ഐറ്റംസ് പക്രു അതിനെ കൊണ്ട് വാടാ. ശരി ചേച്ചി. പക്രു, അതൊക്കെ ഒന്ന് എടുത്ത് നേരത്തെ വെക്ക്. ഇത് ചിക്കൻ ചില്ലി, ഇത് ചിക്കൻ ഫ്രൈ, ഇത് നല്ല നാടൻ ചിക്കൻ കറി, പിന്നെ അപ്പം, ചപ്പാത്തി, നല്ല കുത്തരിച്ചോറ്. പെട്ടെന്നായതുകൊണ്ട് ഇത്രയൊക്കെ ഒത്തുള്ളൂ. ഇനി ഇടിയൻ സാർ ഒറ്റ ഇരിപ്പിന് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തേ. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് പറഞ്ഞേ? ഗൗരി. അതാരാ? ഞാനാ.
അപ്പൊ ഞാൻ ഉണ്ടാക്കിന്ന് പറഞ്ഞാ പോരെ? എന്തായാലും ഇതൊക്കെ ഇത്രയും ദൂരം താങ്ങി പിടിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് മുത്തശ്ശിരി മോളെ കസേരയിലൊന്നും ഇരുന്നാട്ടെ. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. പറഞ്ഞത് കേട്ടാ മതി. ഇരിക്കണം. നീ നിന്നാ മതി, മേശ അത്രേ ഉള്ളൂ. ഒരു അത്ഭുത ദ്വീപ്. ഇനി ഓരോന്നായിട്ട് മോളെടുത്ത് ടേസ്റ്റ് ചെയ്തേൻ. അയ്യോ, ഞാനിതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാ കൊണ്ടുവന്നേ. എന്നാലിത് നോക്കൂലേ. ആ, എങ്ങനെയുണ്ട്? ഉണ്ടല്ലോ. ഇനി മുത്തശ്ശിയുടെ മോളും വല്യപ്പനും കൂടി ആ ബോർഡൊന്ന് വായിച്ചു നോക്കിയൻ. പാരിതോഷികം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹം ആണല്ലോ. ആ, എങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തരാം. ആ സമയം കൊണ്ട് ഇതെല്ലാം ഒരു എല്ല് പോലും ബാക്കി വെക്കാതെ മുഴുവനും തിന്ന് തീർത്തോളാം. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എങ്കിലതൊക്കെ തിന്ന് തീർക്കണേ. അവളുടെ ഒരു സൽക്കാരം. ഗുഡ് മോർണിംഗ് മാഡം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു അടുത്ത ജന്മത്തിലേക്ക് രാജു രാധയായിട്ട് ജനിച്ചാ മതി. അതാകുമ്പോ സ്കൂളിൽ പോകണ്ട, വലുതാവേയില്ല. എനിക്ക് അടുത്ത ജന്മം കബീഷായി ജനിച്ചാ മതി. അയ്യോ, അത് പറ്റൂല. ഒരാൾക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം കബീഷാൻ പറ്റുള്ളൂ.